ഇടുക്കിയിൽ കാട്ടാനക്കലിയിൽ മനുഷ്യജീവൻ പൊലിഞ്ഞതിന്റെ ഞെട്ടൽ മുള്ളരിങ്ങാട് നിവാസികളിൽ നിന്നും മാറിയിട്ടില്ല. ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു ഭയം ഇന്നവരിൽ ഉടലെടുത്തിട്ടുണ്ട്. അതേസമയം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയാത്തത് ഫണ്ടിന്റെ അഭാവം മൂലമെന്നാണ് വനം വകുപ്പിന്റെ പ്രതികരണം. മുതലാണ് മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങിയത്. അന്നുടലെടുത്ത കൗതുകം ഇന്ന് വലിയ ഭയത്തിന്റെ മൂടുപടമാണ് മുള്ളരിക്കാട് നിവാസികളിൽ ഉണ്ടാക്കിയത്. 37 സ്ക്വയർ കിലോമീറ്ററുള്ള മുള്ളരിങ്ങാട് മേഖലയിൽ 16 സ്ക്വയർ കിലോമീറ്ററാണ് വനം. കാലാകാലങ്ങളായി മേഖലയിലേക്ക് കടന്നു വന്ന ആകെ 18ഓളം ആനകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനും പിന്തുണയ്ക്കും പിന്നാലെ 16 ലക്ഷം രൂപ മുതൽ മുടക്കി 5 കിലോമീറ്റർ ദൂരത്തിൽ വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചു. പിന്നീട് പലപ്പോഴായി ആനകൾ കാടുകയറി. അവസാനം അവശേഷിച്ചത് 8 ആനകൾ. ഇതിൽ 6 എണ്ണത്തെ കഴിഞ്ഞ മാസം ഉൾവനത്തിലേക്ക് തുരത്തിയിരുന്നു. കാടുകയറാൻ കൂട്ടാക്കാതെ നിന്നത് 3 ആനകളാണ്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ ഫെൻസിംഗ് പൂർണ്ണമായും സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. ഇതിന് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം ഇങ്ങനെ: ഫെൻസിങ് 5 കിലോമീറ്റർ, ഏതാണ്ട് 16 ലക്ഷം രൂപ മുടക്കി 5 കിലോമീറ്റർ 2 സാമ്പത്തിക വർഷങ്ങളിലായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. പ്രദേശങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഫെൻസിങ്ങാണ്. ഇനി ബാക്കിയുള്ളത് ഈ പയ്യൻ മരിച്ച ആ വീടിന് മുകളിലോട്ട് ഒരു 8 കിലോമീറ്റർ കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ മേഖല പൂർണ്ണമായിട്ടും ഫെൻസിങ്, അത് ഇടുക്കി ജില്ലയിലെ വരെ എറണാകുളം ജില്ലയിലെ ഫെൻസിങ് പൂർത്തിയായിട്ടുള്ളതാണ്. കിലോമീറ്റർ ചെയ്യാൻ നടപടി എന്ന് പറഞ്ഞിട്ട് ഫണ്ടിൻ്റെ അഭാവമാണുള്ളത്. എസ്റ്റിമേറ്റ് ഒക്കെ ഓൾറെഡി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതും ആനത്താരകൾ അടഞ്ഞതും വന്യമൃഗങ്ങൾ കാടിറങ്ങാനുള്ള കാരണമാകുന്നുണ്ട്. കൂടാതെ വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥത്തെയും തടസ്സപ്പെടുത്തുന്നു. കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോൾ ജീവനക്കാരുടെ കുറവും സാമ്പത്തിക പ്രതിസന്ധിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമാകുന്നുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുറന്നു സമ്മതിക്കുന്നുണ്ട്. ജനം, ഇടുക്കി.